ആൻഡ് മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായിട്ട് നമ്മൾക്ക് ബേക്കറിയിൽ പോയി കാര്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ കേക്ക്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കേക്ക്സ് വാങ്ങുക, പിന്നെ പലതരം പേസ്ട്രീസ് വാങ്ങിക്കുക, കുക്കീസ് വാങ്ങിക്കുക. അപ്പോൾ ബേക്കിങ് വീട്ടമ്മമാർക്ക് എപ്പോഴും എന്താ പറയുക വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഒരു ആഗ്രഹം തന്നെയാണ്. കാര്യം കടയിൽ വാങ്ങുന്ന പോലത്തെ കാര്യം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല, എത്ര സന്തോഷമാണല്ലേ. അപ്പോൾ ഈ കേക്ക്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കേക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വീടുകളിലും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ടീ റസ്ക്. ടീ റസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റസ്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ ബ്രെഡ് ഉണങ്ങിയതുപോലെ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പോയിരിക്കുന്നതാണ് റസ്ക്. അതിന് മധുരമൊന്നും ഉണ്ടാവില്ല, അത് ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. പക്ഷേ അതേസമയം കുറച്ച് മധുരമുള്ള ടീ റസ്ക് ആണെങ്കിലോ അതിൽ ചില കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടീ റസ്ക് ആയിരിക്കും. അപ്പോൾ ടീ റസ്ക് എന്ന് പറഞ്ഞാൽ മധുരമുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു തരം കേക്കിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ ടീ റസ്ക് എല്ലാം നമ്മളിങ്ങനെ തൂക്കിയാണ് വാങ്ങുന്നത് കടയിൽ പോയിട്ട്. അത് വെയിറ്റ് അനുസരിച്ചിട്ട് ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട്, എണ്ണമല്ല സാധാരണയായിട്ട്. അപ്പോൾ ഈ ടീ റസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? വളരെ സിമ്പിളായിരിക്കും, അതെങ്ങനെയാണ്, പക്ഷേ എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ എന്നോട് തന്നെ കുറച്ച് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു ടീ റസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കണം മാജിക് അവനിലൂടെ. അപ്പോൾ എന്തായാലും ടീ റസ്ക് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഭവം. ടീ റസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന്. മൈദ മാവ് 3 കപ്പ്, പശുവിൻ പാൽ 3/4 കപ്പ്, പൊടിച്ച പഞ്ചസാര 1.5 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, വെണ്ണ 250 ഗ്രാം, മുട്ട 4 എണ്ണം, വാനില എസൻസ് 1.25 ടീസ്പൂൺ, ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പ് 50 ഗ്രാം. അപ്പോൾ നമുക്കിനി ടീ റസ്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. സാധാരണ കേക്കിനൊക്കെ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് മാവെല്ലാം കുഴച്ചെടുക്കണം. 250 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ നമുക്കൊരു, ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഇത് 250 ഗ്രാംസ്, 250 വെണ്ണ. അതിനോടൊപ്പം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര 1.5 കപ്പ് അത് പൊടിച്ചേർക്കാം. ഇത് നമുക്ക് മിക്സിങ് തുടങ്ങാം. അപ്പോൾ ലൈറ്റ് ആൻഡ് ഫ്ലഫി അതാണ് ഉദ്ദേശിച്ചത്, നല്ല പതഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക 250 ഗ്രാം വെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് നന്നായിട്ട് റെഡിയായി വരികയാണ്. അപ്പം ഇടയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഏതാണ്ട് ഇപ്പം തന്നെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി കഴിഞ്ഞു. എന്നാലും ആ സൈഡ്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ ആക്കി ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഓരോ മുട്ടയായിട്ട് അകത്തേക്ക് 4 മുട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചിടേണ്ട ആവശ്യമില്ല, 1 by 1 ഓരോന്നായിട്ട് ഇടണം. അതൊന്ന് യോജിച്ചു കഴിഞ്ഞാൽ അടുത്ത മുട്ട. ഇനി നമുക്ക് സെക്കൻഡ് എഗ്, രണ്ടാമത്തെ മുട്ട. ഇങ്ങനെ 4 മുട്ടയും പിന്നെ ഇനി ഒരു കാര്യമുണ്ട്. ഈ 4 മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. 2 മുട്ടയും കൂടി ബാക്കിയാണ്. ലാസ്റ്റ് 4ാമത്തെ മുട്ട. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബോറായിട്ട് തോന്നുക. കാര്യം നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക തടിത്തവി വെച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കവും വേണ്ട, അങ്ങനെ താഴ്ത്തവും വേണ്ട, അങ്ങനത്തെ ആ പ്രോസസ്സ് ഇല്ലല്ലോ. മുട്ട ഓരോന്നോരോന്നായിട്ട് എളുപ്പത്തിൽ ചേർക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസൗകര്യങ്ങൾ അത്രേ ഉള്ളൂ.
മെക്കനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ മാറ്റം. മുട്ട 4 നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. വെണ്ണ, പഞ്ചസാര മിശ്രിതത്തിലേക്ക്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മൈദ മാവ് നമ്മളൊരു 3 കപ്പ് അളന്ന് വെച്ചിരിക്കുകയാണ്. തല തട്ടിയാണ് എടുത്തിരിക്കുന്നത്. ലെവൽ കപ്പ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതും അളന്ന് വെച്ചതാണ്, എന്നാലും ഒന്നുകൂടി 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ മിശ്രിതത്തിലേക്ക് മൈദ ബേക്കിംഗ് പൗഡർ. അപ്പോൾ 3 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. മുഴുവനായിട്ട് ഇപ്പം തടിത്തവിയിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ഒറ്റ സ്റ്റെപ്പിന് നമ്മൾ ഒന്നിച്ചിടില്ല. മൈദ 2 പ്രാവശ്യമായിട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ആദ്യം കുറച്ചിടുക, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് ഇടുക. പിന്നെ ഇടയ്ക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാം കൂടി ഒന്നിച്ചാണ്. ഇനി ഒരു 3/4 കപ്പ് പാല്. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കും. 1.25 ടീസ്പൂണോളം വാനില എസൻസ്. എല്ലാം മിക്സിങ് ഒന്നിച്ചായിക്കോട്ടെ. ഇനി വലിയ ബീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടി ചേർത്ത് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. എല്ലാം കൂടി യോജിച്ചിട്ടുണ്ട്, ആവശ്യത്തിനായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഒരു കാര്യം, ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ചേർക്കണ്ട, ഇല്ലാണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഏകദേശം 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഏതാണ്ട് പൊടിഞ്ഞത് മാതിരി ആയിട്ടുണ്ട്. പക്ഷെ ചെറുതായിട്ട് നുറുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒറ്റ പ്രാവശ്യം ചെറിയൊരു ബീറ്റിംഗ്. എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. ഇനി ഒന്നുമില്ല. ഇനി പുറത്തേക്ക് എടുക്കാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ഡോ ഇവിടെ റെഡിയായി കഴിഞ്ഞു, ബാറ്റർ. ഇനി നമ്മളൊരു ട്രേയിലേക്ക് ഇത് മാറ്റാൻ പോകുന്നത്. ട്രേ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ അലൂമിനിയം, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ ഒരു ട്രേ ആണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ടീ റസ്ക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ ഏതെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് റെഡിയാക്കി വയ്ക്കാം. ഇത് ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പ്രിപ്പയർഡ് ടിൻ ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെണ്ണ തടവി മൈദ തൂവിയാലും മതി. പക്ഷേ നീളം കൂടുതലുള്ളതുകൊണ്ട് ട്രേ റൗണ്ട് ഷേപ്പ് അല്ല, ഒരു നീളമുള്ള ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രീതിയിലായിരിക്കും നല്ലത്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ. ഇതിൽ നമ്മൾ നട്ട്സും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കാണുന്നത്. നട്ട്സ് ഇല്ലാണ്ട് വേണമെങ്കിലും ചെയ്യാം, നട്ട്സ് ഇല്ലാതെ ചെയ്താൽ കുഴപ്പമില്ല. ഇത് ബേക്കായി തുടങ്ങുമ്പോൾ ഒരുപോലെ ഈവനായിട്ട് വന്നു. അപ്പം ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രീ ഹീറ്റഡ് ഓവനാണിത് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചു, ഒരു 180 ഡിഗ്രി. ഇനി നമ്മൾ ട്രേ ഇതിനകത്തേക്ക്, ട്രേക്കകത്ത് ബാറ്ററുണ്ട്, റെക്റ്റാങ്കിൾ ട്രേ ആണ്. ഇനി സമയം മാത്രം കൊടുക്കുക. അത് ബേക്കായി വരാൻ നമുക്കൊന്ന് ടൈം സെറ്റ് ചെയ്യാം. 60 മിനിറ്റ്സ്, ഏതാണ്ട് 1 മണിക്കൂർ. പക്ഷേ ആദ്യം നമുക്കൊരു 40 മിനിറ്റ് സമയം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്, അതും പോരാന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു 60 മിനിറ്റ് സമയം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാലേ എൻ്റെ കേക്ക് ബേക്കായി കിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാം, കേക്ക് ഒന്ന് ബേക്കായി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 60 മിനിറ്റ് സമയം കഴിഞ്ഞു. കേക്ക് നന്നായിട്ട് ബേക്കായി കഴിഞ്ഞു. എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. എന്തായാലും നമുക്ക് കേക്കിനെ ആ ട്രേയോടുകൂടി പുറത്തേക്ക് എടുക്കാം. നല്ല
നല്ല ചൂടാണ്. ഇനി ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ശരിക്കും ഒന്ന് തണുക്കാനായിട്ട് സമയം ഇച്ചിരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടീ റസ്ക് ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കേക്കിൻ്റെ രൂപത്തിലാണ്, പക്ഷേ നല്ല കുറച്ചൊന്ന് ഉറപ്പുള്ളൊരു കേക്കാണ്. കണ്ടില്ലേ, കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ സോഫ്റ്റായിട്ട് അങ്ങ് താന്നു പോകണില്ല. നോക്കൂ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു നമ്മളുടെ ടീ കേക്കിന് വേണ്ട, ടീ റസ്കിന് വേണ്ട കേക്ക്. ഇനിയാണ് ഡിമോൾഡ് ചെയ്യുക. കണ്ടല്ലോ, കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇങ്ങനെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്താണ് എളുപ്പത്തിനാണ് എടുത്ത് മാറ്റാൻ സാധിക്കും. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഇതിനൊന്ന് തിരിച്ച് വെക്കാം. എന്നിട്ട് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ മറ്റൊരു ട്രേയിലേക്ക് ഇതിനെ നിരത്തി വെക്കണം, കട്ട് ചെയ്ത പീസസ്. അപ്പോൾ ഓവർലാപ്പിംഗ് അല്ല, നിരപ്പായിട്ട് വെക്കണം. ഈ ട്രേ ചെറുതായതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ. ഇതൊരു 2-3 പ്രാവശ്യമായിട്ടാണ് ബേക്ക് ചെയ്തത്. ഇച്ചിരി കൂടെ വലിയ ട്രേ ആണെങ്കിൽ അറ്റ് എ ടൈം ഒരേ സമയം കുറേ കൂടുതൽ വയ്ക്കാം. 2 പ്രാവശ്യം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും വീണ്ടും നമ്മൾ ചൂടായി കിടക്കുന്ന അവനിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഇപ്പം കേക്കിൻ്റെ രൂപത്തിലാണ്. ഇനി ഇത് ടീ റസ്കായി മാറണം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ സമയം കൊടുക്കാം. 180 ഡിഗ്രി ചൂട്. അപ്പോൾ അരമണിക്കൂറെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ശരിയാണ്. നമുക്കൊരു 20 മിനിറ്റ്സ് നോക്കാം. 20 മിനിറ്റ്സ് ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ക്രിസ്പി, നല്ലൊരു കരികരിപ്പ്. റസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ടീ റസ്ക്. ഒരു കരികരിപ്പാകണം, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാണ്. ആ സമയമാകുമ്പോൾ അവനിൽ നിന്ന് മാറ്റുന്നിട്ട് വീണ്ടും ട്രേയിൽ ബാക്കിയിരിക്കുന്ന പീസസും ഇതുപോലെ നിരത്തി 2-3 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്ത്. അപ്പോൾ നമ്മുടെ ടീ റസ്ക് എല്ലാം തന്നെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ അളവിൽ നിന്നും 1.5 കിലോ ടീ റസ്ക് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വളരെ എളുപ്പമാണ്, ഒരുപാടുമില്ലല്ലോ. കണ്ടില്ലേ, നല്ല കരികരിപ്പായി കഴിഞ്ഞു. മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് വായു കടക്കാത്ത ഒരു ജാറിലോ ടിന്നിലോ ഇട്ട് സൂക്ഷിക്കും. ആവശ്യാനുസരണം കുട്ടികൾക്ക് കഴിച്ച് നടക്കാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം എത്രയായി എന്നുള്ളത്. അപ്പോൾ എത്ര വെണ്ണ, എത്ര മൈദ, എത്ര പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്തിട്ട് 4 മുട്ട ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ഇത്രയും ഉണ്ടാവും. അപ്പോൾ വീട്ടിലുണ്ടാക്കിയാൽ എത്ര നന്നായി എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. പിന്നെ ഇതിൽ വേരിയേഷൻസ് പറഞ്ഞാൽ ചില കടകളിലെ ടീ റസ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ പച്ച കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. ചെറിയ എന്താ പറയുക, സുൽത്താന അല്ലെങ്കിൽ കിസ്മിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, ചേർക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് നട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നട്ട്സും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇഷ്ടാനുസരണം ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടം.